ഹായ് ഹലോ എംആർ ക്വാളിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ ഫാമിലെ കോഴികളെ കാര്യമല്ല കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഞങ്ങളിന്ന് കോഴിക്കോട് പോയ സമയത്ത് കക്കോടി എത്തുന്ന സമയം അവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കോഴീനെയും താറാവിനെയും വിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഇന്ന് ഇറങ്ങി ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ആലപ്പുഴ താറാവ്, കുട്ടനാടൻ താറാവ് എന്നാണ് കേട്ടോ അവർ പറയുന്നത്. ഈ വെള്ള കളറിലുള്ളത് അരയനാണെന്നാണ് പറയുന്നത്. ഒക്കെ അവിടുന്ന് ഇറക്കുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല ഒരു കൗതുകത്തിനൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. കോഴീനെ നമ്മൾ എവിടെ കണ്ടാലും ഒന്ന് ഇറങ്ങി നോക്കുമല്ലോ, അതിൻ്റെ ഇതിൽ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. പിന്നെ ഈ ടർക്കി കോഴിയും പിന്നെ ഗിനിക്കോഴിയാണ് ഇതിലുള്ളത് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അതിൽ ചെറുത് വരുന്നത് ഗിനിക്കോഴിയാണ്, പിന്നെ വലുത് ടർക്കി കോഴി. ഒക്കെ മുട്ടയിടുന്നതും ഒക്കെയാണ്. പിന്നെ അതിൻ്റെ കൂടത്തിൽ 2-3 മുള്ളൻ കോഴിയുണ്ട്. പിന്നെ നമ്മളെ ഈ അരയന്നെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മുട്ട ഇടുന്നതാണ്, അതായതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ പറഞ്ഞത് എല്ലാത്തിനും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കരിങ്കോഴീൻ്റെ മക്കളുണ്ട്, കരിങ്കോഴി. അപ്പം ഞങ്ങൾ ചോദിച്ചത് പ്യുവർ നല്ല ഇനം കരിങ്കോഴി തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ, മിക്സ് ആയിട്ടുള്ളതൊക്കെ വരുമല്ലോ. അപ്പോൾ നല്ല കരിങ്കോഴിയാണ് എന്ന് പറഞ്ഞിട്ട് അയാളൊന്നിനി എടുത്ത് കാണിച്ച് തരികയൊക്കെ ചെയ്തു കേട്ടോ. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് നീക്കി കാണിച്ച് തന്ന് അതൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കരിങ്കോഴിയാണ്. അത് ഇറക്കുന്നത് ആന്ധ്രയിൽ നിന്നും അങ്ങനെയുള്ള കർണാടക, ആന്ധ്ര അവിടെ നിന്നൊക്കെയാണെന്നാണ് പറയുന്നത്. പിന്നെ ചെന്നൈയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ വില 550 രൂപയാണ് കേട്ടോ ജോഡിക്ക്. നല്ല റേറ്റ് ഉണ്ട്, അത്യാവശ്യം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പം അതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. കറക്റ്റ് പക്ക റേറ്റ് കൊടുക്കണം നമ്മൾ. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് നാടൻ കോഴി എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഇത് മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് വരുന്ന നാടൻ കോഴിയാണത്രേ. അപ്പം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കറുപ്പും വെള്ളയും ഇങ്ങനെയൊക്കെ വരകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാം ചുമപ്പും വെള്ളയൊക്കെ ആയിട്ട് ഉള്ളിൽ ഇതേപോലെ ഒരു മോഡലായിട്ട് കാണാം. മഞ്ചേരിയിൽ നിന്ന് വരുന്നതാണ്, നാടൻ കോഴിയാണെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. നാടൻ കോഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒന്നിനെ വാങ്ങിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഭംഗി കണ്ടിട്ട്. പിന്നെ ഇത് ഇവർ പറയുന്നത് BV380 എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു BV380 എൻ്റെ അടുത്തുണ്ടല്ലോ, അപ്പോൾ അത് ഇങ്ങനെയാണോ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ആ BV380 ആണത്. പിന്നെ ഇതിങ്ങനെ ഞാൻ ചോദിച്ചു, അല്ല BV380 ആണെങ്കിൽ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയല്ലല്ലോ ഉണ്ടാവുക, നമ്മൾ വേറെ മോഡലല്ലേ കാണാറ്. BV380 പെട്ടെന്ന് തന്നെ തിരിച്ചറിയാലോ. ഇത് ഗിരിരാജയാണോ എന്ന് ചോദിച്ചു. ഞാൻ എന്നോട് പറഞ്ഞാൽ അല്ല, ഇത് ഗിരിരാജയല്ല, BV380 തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിലൊരു സംശയമുണ്ട് കേട്ടോ. BV380 കോഴികൾ ഇങ്ങനെയാണോ എന്നുള്ളത്. സാധാരണ ഗിരിരാജയാണ് അങ്ങനെയൊക്കെ കാണാറ്. അപ്പോൾ BV380 കോഴികൾക്ക് 350 ജോഡിക്ക് 350. നാടൻ കോഴിക്കും ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലപ്പുറം മഞ്ചേരി ആ ഭാഗത്തു നിന്നുള്ള നാടൻ കോഴി എന്നാണ് പറഞ്ഞത്, അതിന് 550. നമ്മളെ ഈ പിന്നെ കരിങ്കോഴീൻ്റെ അതേ റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എല്ലാത്തിനും ഈ ഒരു റേറ്റിലാണ്. അപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റൂല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കണ്ടേക്കാം, റേറ്റൊക്കെ ഒന്ന് അറിഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഇറങ്ങി നോക്കിയത്. അപ്പം എനിക്ക് നാടൻ കോഴി എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് കുറച്ചൊരു വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ അത്രയും റേറ്റൊക്കെ ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുകയില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയതൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല രസമാണ്, നമ്മൾക്ക് ഒരു കൗതുകമാണല്ലോ ഇങ്ങനെ കോഴികളെ. ഇത് നമ്മളെ റോഡ് സൈഡിലോ എവിടെയായാലും കോഴികളെ കാണുമ്പോൾ ഞാൻ പൊതുവേ ഒന്ന് ഇറങ്ങി നോക്കും. അപ്പം വാങ്ങാൻ പറ്റുന്നതൊക്കെയാണ് നമ്മൾ വാങ്ങുകയും ചെയ്യും. ഇത്രയും ചെറുതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയിട്ടൊക്കെ അത് ഒന്ന് വലുതായൊക്കെ വരണമെങ്കിലേ കുറേ സമയം എടുക്കും. പിന്നെ ഇത്രയും പൈസേൻ്റെ ഒരു ഇതൊക്കെ കാണുമ്പോൾ അത് കുറവാണോ കൂടുതലാണോ എന്നുള്ളത് ഇപ്പോൾ ഓരോ ഭാഗത്ത് ഓരോ ആളുകളും പല റേറ്റിനാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ കൂടുതലായിരിക്കും, വേറെ എവിടെയും ചോദിച്ചാൽ ചിലപ്പോൾ അതിൽ കുറവായിരിക്കും, കൂടുതലാവാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. പോകുന്ന വഴി കണ്ടപ്പോൾ ഒന്ന് വീഡിയോ 550 ജോഡിക്ക് അല്ലേ. അപ്പം നമ്മൾ കോഴികൾ പലവിധം കോഴികളെയൊക്കെ ഒന്ന് കാണാമല്ലോ, 350 ഒന്ന് കാണിച്ച് തരാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പം ഇതിൻ്റെ റേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ കോഴികളൊക്കെ ആരെങ്കിലും വാങ്ങുമോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇതിനെ പറ്റിയിട്ടൊന്ന് ഒരു കമൻ്റൊക്കെ ഒന്ന് അറിയിക്കട്ടോ. ഇതിലൂടെ ഒന്ന് നമുക്ക് അറിയാലോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ. ഓരോ കോഴികളെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ ഒരു കോഴികളെയൊക്കെ വളർത്തി ആരെങ്കിലും ശീലമുണ്ടെങ്കിലൊക്കെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നതും കേൾക്കുന്നതൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഭിപ്രായം പറയുക. അപ്പോൾ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മുടെ കോഴി വിശേഷങ്ങൾ